എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് കസ്റ്റാർഡിൻ്റെ റെസിപ്പി നോക്കാം. എല്ലാവർക്കും ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ് ഫ്രൂട്ട് കസ്റ്റാർഡ്. അപ്പോൾ നമ്മൾ ഇന്ന് ഫ്രൂട്ട് കസ്റ്റാർഡ് തയ്യാറാക്കുമ്പോൾ അതിൽ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ചേരുവ കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി അടിപൊളിയാകും. അപ്പോൾ ഈ ക്രിസ്മസിന് എല്ലാവരും ഈ ഒരു രീതിയിൽ ഫ്രൂട്ട് കസ്റ്റാർഡ് ഒന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ നമ്മൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് നല്ല ഫുൾ ഫാറ്റുള്ള പാലെടുത്തിട്ടുണ്ട്. അതായത് പാട നീക്കാത്ത പാലാണ്. അപ്പോൾ ഈ ഒരു പാല് ഇനി നന്നായിട്ട് തിളപ്പിച്ച് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ 2 കപ്പ് പാല് ചേർക്കുകയാണെങ്കിൽ അത് വറ്റിച്ച് ഒരു 1.25 കപ്പ് ആക്കിയെടുക്കുക. പാല് നന്നായിട്ട് തിളച്ച് വരണം. അപ്പോൾ നമ്മളിവിടെ കസ്റ്റർഡ് തയ്യാറാക്കി എടുക്കുന്നത് കസ്റ്റർഡ് പൗഡർ വെച്ചിട്ടാണ്. അപ്പോൾ അത് നമുക്ക് വഴിയെ മിക്സ് ചെയ്യാം. അതിന് മുൻപായിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര കുറച്ച് കൂടുതൽ വേണ്ടി വരും, കാരണം കസ്റ്റർഡിന് കുറച്ച് മധുരം വേണം. അപ്പോൾ ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര എങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് കസ്റ്റർഡ് പൗഡർ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് എഗ്ഗ്ലെസ് കസ്റ്റർഡ് പൗഡറാണ്. അപ്പോൾ അത് എഗ്ഗ്ലെസ് ആയിട്ട് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ കുറച്ച് പാലെടുത്തതിന് ശേഷം അതിൽ നമ്മൾ ഈ ഒരു കസ്റ്റർഡ് പൗഡർ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കസ്റ്റർഡ് പൗഡർ ഇല്ലാന്നുള്ളവർ വിഷമിക്കേണ്ട, ഈസി ആയിട്ട് കസ്റ്റർഡ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റിലും പിൻ ചെയ്തും വെക്കാം. അപ്പോൾ അത് നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ നമ്മളിതിലേക്ക് 3 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് പാലിലേക്കാണ്. അപ്പോൾ ഇതിനി കട്ട കെട്ടാതെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ ഈ കസ്റ്റർഡ് പൗഡർ പാലിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് കട്ട കെട്ടിയിട്ട് നമുക്ക് കിട്ടാനായിട്ട് പാടാണ്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പാലിൽ അലിയിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് തിളച്ച പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, തിളച്ച് കുറുകിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കസ്റ്റർഡ് മിക്സ് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഒഴിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരും. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. ഇപ്പോൾ ഒരുപാട് തിക്നെസ്സിലല്ല ഞാൻ ഈ ഒരു കസ്റ്റർഡ് തയ്യാറാക്കി എടുക്കുന്നത്, ഒരു മീഡിയം തിക്നെസ്സിലാണ്. ഇപ്പോൾ നമ്മുടെ കസ്റ്റർഡ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇത് ഇരിക്കുന്നതോറും കുറച്ചുകൂടെ കുറുകി വരും. അപ്പോൾ ഒരുപാട് അങ്ങ് കുറുക്കിയെടുക്കരുത് നിങ്ങൾ. അപ്പോൾ ഈ ഒരു അളവിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു കസ്റ്റർഡ് നന്നായിട്ട് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. അതിന് മുൻപായിട്ട് നമുക്ക് ഈ ഒരു കസ്റ്റർഡ് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇതിലെന്തെങ്കിലും കട്ടകളുണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഒരു ഫൈനായിട്ടുള്ള ഒരു അരിപ്പയിലൂടെ ഇത് അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കസ്റ്റർഡിൽ അധികം കട്ടകളൊന്നും ഇല്ല, എങ്കിൽ കൂടി നമ്മളൊന്ന് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കസ്റ്റർഡ് ഇപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു കസ്റ്റർഡിലേക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. അതാണ് ഫ്രഷ് ക്രീം. അപ്പോൾ ഫ്രഷ് ക്രീം എന്ന് പറഞ്ഞാൽ പാൽപ്പാട, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കടകളിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. അമൂലിൻ്റെ ഫ്രഷ് ക്രീം അങ്ങനെ പല ബ്രാൻഡിൽ കിട്ടും. അപ്പോൾ അതാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊരു 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു ഫ്രഷ് ക്രീം നമ്മൾ ഈ ഒരു കസ്റ്റർഡിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഇതിന് സ്പെഷ്യലായിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടും, നല്ലൊരു ക്രീമി ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് അരിഞ്ഞ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഫ്രൂട്ട് കസ്റ്റാർഡിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഒക്കെ എടുക്കാം. അപ്പോൾ നല്ല മധുരമുള്ള ഫ്രൂട്ട്സ് നോക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കസ്റ്റാർഡിലേക്ക് എടുത്തിരിക്കുന്ന ഫ്രൂട്ട്സ് പഴം, അതുപോലെ തന്നെ കുറച്ച് കിവി, കുറച്ച് മാതള നാരങ്ങ, പിന്നെ ഒരു ആപ്പിൾ, പിന്നെ അതുപോലെ മാങ്ങ, പഴുത്ത മാങ്ങ, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മാതള നാരങ്ങ ഒരുപാട് ചേർത്ത് കൊടുക്കരുത്, അത് കുറച്ച് പുളിയുള്ളതാണ്. അതുപോലെ തന്നെ കിവി, നന്നായിട്ട് പഴുത്ത കിവി എടുക്കുക. പുളിയുള്ളതാണെങ്കിൽ കുറച്ച് മാത്രം ചേർത്താൽ മതി. അതുപോലെ മാങ്ങയ്ക്ക് നല്ല മധുരമാണ്. മാങ്ങ, പഴം, ആപ്പിൾ ഇതിനൊക്കെ നല്ല മധുരമാണ്. പിന്നെ നിങ്ങൾക്ക് നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴവും ചേർത്ത് കൊടുക്കാം കസ്റ്റർഡിൽ. അപ്പോൾ അതൊരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കും. എനിക്കിപ്പോൾ കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ഇത്രയും ഫ്രൂട്ട്സാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു തയ്യാറാക്കി വെച്ചിരിക്കുന്ന കസ്റ്റർഡിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഒരു കസ്റ്റർഡ് നന്നായിട്ട് തണുപ്പിച്ചിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ ഒരു 3 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം.
അപ്പോൾ പുളിയുള്ള ഫ്രൂട്ട്സ് ആണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കസ്റ്റാർഡിൽ കുറച്ചുകൂടെ മധുരം ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പുളി കാരണം നമുക്ക് കഴിക്കുമ്പോൾ ഒരു സുഖം കിട്ടില്ല. ഇപ്പോൾ നമ്മുടെ ഈ കസ്റ്റാർഡെല്ലാം നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ഒരു പ്ലാസ്റ്റിക് ഫോയിൽ വെച്ച് കവർ ചെയ്തോ നന്നായിട്ട് അടച്ചിട്ട് ഇത് ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഒരു 2-3 മണിക്കൂറെങ്കിലും ഇത് നന്നായിട്ടിത് മാറ്റി വെക്കുകയാണെങ്കിൽ കഴിക്കാൻ നേരത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു കസ്റ്റാർഡിൻ്റെ കൂടെ നിങ്ങൾ സെർവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഐസ്ക്രീം ഉണ്ടെങ്കിൽ അതും ഒരു സ്കൂപ്പ് ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും. അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കൊടുത്താലും മതി. അപ്പോൾ ഇനി ഇത് നമ്മളിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ്. കസ്റ്റർഡ് പൗഡർ മിക്ക സൂപ്പർ മാർക്കറ്റുകളിലും വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പികളാണ്, എങ്കിൽ കൂടി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊന്നുകൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഫ്രൂട്ട് കസ്റ്റേർഡിൻ്റെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്